viewers, welcome back to Silent Learning. It's me, Sri Bhama SB. മക്കളെ, നിങ്ങളുടെ ഒരു അടിപൊളി ചാപ്റ്റർ ഇല്ലേടെ മക്കളെ, തിങ്കളും താരങ്ങളും, മൂൺ ആൻഡ് സ്റ്റാർ എന്നൊരു ചാപ്റ്റർ ഉണ്ട് അല്ലേ. നമുക്ക് എന്താണ്, നമ്മുടെ ആകാശം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? നക്ഷത്രങ്ങളെ കാണാൻ പറ്റും, ചന്ദ്രനെ കാണാൻ പറ്റും, സൂര്യനെ കാണാൻ പറ്റും. അപ്പൊ അതിനെ പറ്റി പഠിക്കാന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരുപാട് ചേഞ്ചുകൾ നിങ്ങളുടെ വാനം നിരീക്ഷിക്കുന്ന മക്കൾ ഉണ്ടാവുമല്ലോ ഇല്ലേ. ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഡെയിലി നൈറ്റ് നമ്മളിങ്ങനെ നക്ഷത്രങ്ങളെയൊക്കെ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് ഓരോരോ വെറൈറ്റി നക്ഷത്രങ്ങളെ വരെ കണ്ടുപിടിക്കാനുള്ളത് വരെ ഉണ്ട് അല്ലേ. സോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എന്താണ്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് തിങ്കളും താരങ്ങളും, മൂൺ ആൻഡ് സ്റ്റാർസ് എന്ന ചാപ്റ്റർ അല്ലേ. സോ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ്, ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം ഏതാണ്, എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമുക്കറിയാം, മിസ് പറഞ്ഞു നമ്മുടെ നക്ഷത്രം രാത്രി കാലത്ത് നിങ്ങൾ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാണോ നമ്മുടെ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ? എല്ലാവർക്കും ഇഷ്ടമാണോ? ഓരോരുത്തർ നിരീക്ഷിച്ച് പറയും, ചില സ്ഥലത്ത് ഈ ഒരു ഷേപ്പിൽ കാണുന്നു, ചില സ്ഥലത്ത് തേളിന്റെ പോലെ, ചില സ്ഥലത്ത് വേട്ടക്കാരനെ പോലെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് എന്തുണ്ട്, നക്ഷത്ര ഗണങ്ങള് നമുക്കുണ്ട് അല്ലെ. സോ നക്ഷത്രങ്ങളെ എങ്ങനെയാണ് ഇങ്ങനെ നമ്മുടെ ആകാശത്ത് കാണുന്നത്, എങ്ങനെയാണ് അത് മിന്നി മിന്നി നിൽക്കുന്നത് അല്ലെ. എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ട്വിങ്കിൾ ചെയ്തൊക്കെ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പറയുന്ന പോലെ തന്നെ എന്താണ്, സ്റ്റാർ ഇങ്ങനെ തിളങ്ങി 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 നിൽക്കുകയാണ്. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ തിളങ്ങി നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കല്ലേടെ മക്കളെ. എന്താണ് നമുക്ക് നോക്കാം. യെസ്, അപ്പൊ മിസ് ചോദിച്ചത് തന്നെയാണ്, നക്ഷത്രങ്ങളെ മിന്നുന്നത് എന്തുകൊണ്ട്? വൈ സ്റ്റാർസ് ആർ ട്വിങ്ക്ലിംഗ് എന്നാ ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ വിചാരിക്കും അതിങ്ങനെ എന്താണ് നമ്മുടെ തൊട്ടടുത്താ നിൽക്കുന്നതെന്ന്. അത്രയും ദൂരം കുറവില്ല നമുക്ക് ഫീൽ ചെയ്യാം അല്ലെ. ബട്ട് അത്രയും ഒരുപാട് കോടി 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 മീറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല, അത്രയും ദൂരെയാണ്, കിലോമീറ്ററുകൾക്കും അപ്പുറമാണ് നമ്മുടെ ഈ കാണുന്ന സ്റ്റാറുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ എന്തുകൊണ്ടാണിത് ട്വിങ്കിൾ ചെയ്യുന്നത്? ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ തിളങ്ങി തിളങ്ങി നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്തുകൊണ്ടാണ് മക്കളെ, സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ അല്ലെ. എന്താണ്, സ്വന്തമായി തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, സെൽഫ് ലൂമിനൻസ് ചെയ്യുന്നുണ്ട്. സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുന്നവര്, സ്റ്റാർ എന്ന് പറയുന്ന സെലസ്റ്റിയൽ ബോഡി എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, സ്വന്തമായിട്ട് സെൽഫ് ആയിട്ട് ലൂമിനസ് ചെയ്യുന്നു, എന്ന് വെച്ചാൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു, സ്വയം പ്രകാശിക്കുന്നു. ഓക്കെ, അപ്പൊ നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിലൂടെ വരുന്ന പ്രകാശം, നമ്മുടെ സ്റ്റാറിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന പ്രകാശങ്ങള് അല്ലെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാമാറ്റത്തിന് വിധേയമാകുന്നു. അപ്പൊ നമ്മൾ തന്നെ പറയുകയാണെങ്കിൽ, നമ്മളിങ്ങനെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് നോക്കുകയാണ്. അപ്പൊ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ നമ്മൾ തിരിഞ്ഞും മറിഞ്ഞുമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാറിലോ ബൈക്കിലോ പോകുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മുടെ നക്ഷത്രങ്ങൾ എന്താണ്, സ്വയം പ്രകാശിച്ചുകൊണ്ട് ഇരിക്കുകയാണ്, ട്വിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റാറുകള്. ബട്ട് അതേ സമയം അത് നേരേഖയിൽ വരുന്ന പ്രകാശത്തിന് അന്തരീക്ഷത്തില് നേരിട്ട് വരുന്ന പ്രകാശം അന്തരീക്ഷത്തിൽ ഇങ്ങനെ കുറെ എന്തുണ്ട്, പാളികളുണ്ട് അല്ലെ. അന്തരീക്ഷത്തിൽ ഒരുപാട് പാളികളുണ്ട്. അതുമായി കടന്ന് പോയി കഴിഞ്ഞാൽ എന്താണ്, ദിശാമാറ്റത്തിന് വിധേയമാകുന്നു, അതിന്റെ ഡയറക്ഷൻ തെറ്റിപ്പോകുന്നു. നേരെ വരുന്ന ആള് തിരിഞ്ഞും മറിഞ്ഞും അപ്പുറത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുക അല്ലെ. സോ അങ്ങനെയാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തോന്നുന്നത്. സോ ദ റേസ് ഓഫ് ലൈറ്റ് ഫ്രം ദ സ്റ്റാർസ് undergo continuous change in the direction while transferring through various layers in the atmosphere. അറ്റ്മോസ്ഫിയറിൽ പറയുന്നത് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നൊക്കെ ഒരുപാട് എന്തുണ്ട്, നമ്മള് പാളികൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. സോ നമ്മുടെ നക്ഷത്രം നേരെ വന്നുകൊണ്ടിരിക്കാനോ, നേരെ വരുന്നതിന്റെ ഇടയിൽ കുറെ ഡയറക്ഷൻ ഒക്കെ മാറി അപ്പുറമൊക്കെ പോയപ്പോ നമുക്കത് എന്ത് ചെയ്യുന്നതായിട്ട് തോന്നുന്നു, ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾ എന്ന രീതിയിൽ നമുക്ക് പറയാം എന്താണ്, ട്വിങ്കിൾ ചെയ്യുന്നു, സ്റ്റാർ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഈ സ്റ്റാറുകളുടെ കേസിൽ പെടുത്താൻ പറ്റുന്ന ആളാണോടെ മക്കളെ നമ്മുടെ സൺ, സൂര്യൻ എന്ന് പറയുന്നത്. നമുക്ക് ഡെയിലി നമുക്ക് ലൈറ്റ് തരുന്ന അടിപൊളിയായിട്ട് എന്താണ്, രാവിലെ ആവുമ്പോൾ നിങ്ങൾ എണീക്കുന്ന എങ്ങനെയാ, സ്കൂളിൽ പോകാൻ കഷ്ടപ്പെട്ട് എണീക്കുന്ന എങ്ങനെയാ, സൂര്യൻ ഉദിച്ചു നീ ഇങ്ങനെ കിടന്നോ എന്ന് പറഞ്ഞ അമ്മ നമ്മളെ ചീത്ത അറിയല്ലേ. അപ്പൊ എന്താണ് ഈ സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, എന്താണ് ഈ സൂര്യൻ എന്ന് പറയുന്നത്, അതൊരു സ്റ്റാർ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഓഫ് കോഴ്സ് ഇനി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, അതെന്താണ്, സൂര്യനും ഒരു സ്റ്റാർ ആണ്, ഒരു നക്ഷത്ര ഗണമാണ്, ഗണത്തിൽപ്പെടുന്ന ഒരാളാണ്. ഏറ്റവും വലിയ എന്താണ്, അടിപൊളിയായിട്ട് വലുതായിട്ട് കാണുന്ന ഒരു നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയിൽ നിന്ന് നമ്മൾ സൂര്യനെ നോക്കുമ്പോ നോക്കിയേ, നമ്മുടെ ഭൂമി ഇത്രയേ ഉള്ളൂടാ, ഇത്ര പോലെ ചെറിയ ഒരാളാണ് നമ്മുടെ ഭൂമി. അതേസമയം സൂര്യനെ നോക്കി ഇത്രയും വലിയ ഒരാളാണ് അല്ലെ. സോ ഏറ്റവും കുഞ്ഞനായിട്ടൊരാള്. അപ്പൊ മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നും ആള് ചെറുതാണെന്ന്. അല്ല, എന്താണ്, നമ്മുടെ ഭൂമിയെ നോക്കുമ്പോ വളരെ വലുതാണ് നമ്മുടെ സണ്ണ്, സൂര്യൻ എന്ന് പറയുന്നത്. സോ 12 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ കഴിവുള്ള വലിയൊരു നക്ഷത്രമാണ് എന്ത്, സൂര്യൻ എന്ന് പറയുന്നത്.
So the sun is a star that can hold 12 lakh earth within it. നിങ്ങൾ ആലോചിക്കണേ, നമ്മുടെ ഭൂമി പറഞ്ഞാൽ തന്നെ എന്തോരം വലുതാണ്. അങ്ങനെ 12 ലക്ഷം ഭൂമിനെ വരെ താങ്ങി നിർത്താൻ കപ്പാസിറ്റി ഉള്ള അടിപൊളിയായിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ സണ്ണ്, സൂര്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സോളാർ സിസ്റ്റം നോക്കുമ്പോൾ അല്ലെ, സൗരയൂഥം നോക്കുമ്പോൾ ഏറ്റവും നടുവിൽ നിൽക്കുന്നത് ആരാ? നമ്മുടെ സൂര്യനാണ്. അതിന് ചുറ്റുപാട് ഗ്രഹങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഭൂമി അടക്കം ഓടിക്കൊണ്ടിരിക്കുന്നത് പറയാൻ പറ്റും അല്ലെ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സോ സൺ ഒരു സ്റ്റാർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സ്റ്റാർ എന്തുകൊണ്ടാണ് ട്വിങ്കിൾ ചെയ്യുന്നതെന്ന് മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം കൂടെ മിസ് പറയാം. നമുക്കറിയാം, നിങ്ങളുടെ ആന്റിമാരോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ സുഖമായിട്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഫോൺ ചെയ്ത് ഹലോ എന്ന് പറഞ്ഞാൽ അവിടെ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഹലോ എന്ന് കേൾക്കും അല്ലെ. അത്രയും നമ്മൾ എന്താണ് അഡ്വാൻസ് ലെവലായിപ്പോയി നമ്മുടെ സയൻസ് ഒക്കെ. വിളിച്ചു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് തന്നെ നമുക്ക് അവിടെ ആൻസറും കിട്ടും, നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. അതേ സമയത്ത് നമ്മള് ഈ പുതിയ നമ്മുടെ കൺട്രികളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ പുറത്ത് എവിടെ വിളിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈസി ആയിട്ട് കോളും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേസമയം മിസ് ചോദിക്കട്ടെ, ഇത് മുകളിലോട്ട് പോയി എന്ന് വിചാരിക്കാം. ഈ someone make a call from America, we can listen at the same time അല്ലെ. നമുക്ക് പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതേസമയം അപ്പാർട്ട് ഫ്രം ദി സൺ, ആൽഫ സെഞ്ചുറി എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഉണ്ട്. അതെവിടെയാണ്? വളരെ ക്ലോസ് ടു എർത്ത്. എർത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു എന്താണ് ഇതേപോലെയുള്ള ആൽഫ സെഞ്ചുറി എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഉണ്ട്, ഒരു നക്ഷത്രം ഉണ്ട് എന്ന് വിചാരിക്കുക. അതിലോട്ട് നമ്മളൊരു കോൾ ചെയ്യണം എന്ന് വിചാരിക്കുക. ഒരു ടെലിഫോൺ കോൾ നമുക്ക് ചെയ്യണം. അവിടെ നിന്നിട്ട് ഒരാളെ ഹലോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് പറ്റുവാടാ? നമ്മുടെ ഹലോ എന്ന് പറഞ്ഞാൽ അവിടെ ഹലോ കേൾക്കോ? ഇല്ല. ആൽഫ സെഞ്ചുറി വിച്ച് ഈസ് ദ സൺ നിയറസ്റ്റ് സ്റ്റാർ, ഇറ്റ് വിൽ ടേക്ക് മോർ ദാൻ 4 years for sound reach the earth. നമ്മൾ ഇവിടെ നിന്നൊരു ഹലോ പറഞ്ഞാൽ 4 വർഷം കഴിഞ്ഞാലേടാ മക്കളെ അവിടെ തൊട്ടത് കേൾക്കത്തുള്ളൂ. കാരണം എന്താണ്? ആ സ്റ്റാർ അതൊരു സ്റ്റാർ ആണ്, നക്ഷത്ര ഗണമാണ് അല്ലെ. സോ നമുക്ക് സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഒരു സ്റ്റാർ ആണ് ആൽഫ സെഞ്ചുറി എന്ന് പറയുന്നത്. ക്വിസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻ ആട്ടോ, ക്വിസുകൾക്കൊക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ ഈ നക്ഷത്രത്തിൽ നിന്നൊരു ഫോൺ നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കാം. എത്ര സമയം എടുക്കും? 4 വർഷം കഴിയും അല്ലെ. നമ്മൾ പിന്നെ ഇതിനാ സംസാരിക്കുന്നല്ലേ, എന്റെ ആവശ്യമില്ല തോന്നുന്നു അല്ലെ. കാരണം 4 വർഷം വേണം നമ്മൾ ഇവിടുന്ന് ഒരു ഹലോ പറഞ്ഞാൽ അപ്പുറത്തോട്ട് ഒരു ഹലോ എത്താൻ. സോ അത്രയാണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം. എന്താണ്? നക്ഷത്രങ്ങളായിക്കോട്ടെ, നമ്മുടെ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം ആയിക്കോട്ടെ, ബാക്കി ചെറിയ ചെറിയ നക്ഷത്രങ്ങളായിക്കോട്ടെ, എല്ലാം നമുക്ക് ഒരുപാട് അകലെയാണ്. നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും അത് ഭയങ്കര അടുത്താണെന്ന്. അല്ല, അത് ഒരുപാട് അകലെയാണ്. എന്തുകൊണ്ടാണ് ഇത് ട്വിങ്കിൾ ചെയ്യുന്നത്? ഏതാണ്? നമ്മുടെ വലിയൊരു നക്ഷത്രത്തെ പറ്റി നമ്മളിപ്പോ പരിചയപ്പെട്ടല്ലേ. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മിസ് ഡിസ്കസ് ചെയ്തത്. ക്വിസുകളിലും അതേപോലെ എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മക്കള് പഠിച്ചു വെക്കുക, അടിപൊളിയായിട്ടിരിക്കുക. സോ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ അതുവരേക്കും ബൈ.